നിർണായക ദിനം തന്നെയാണ് ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം. ഇന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേവല ഭൂരിപക്ഷം മറികടന്ന ഭരണ തുടർച്ച നേടിയതിന്റെ ആത്മവിശ്വാസത്തിലാണ് BJP NDA സഖ്യം. സർക്കാർ രൂപീകരണത്തിനുള്ള നീക്കങ്ങളും BJP ആരംഭിച്ചു. 9-ാം തീയതിക്കുള്ളിൽ സത്യപ്രതിജ്ഞ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട്. അതേസമയം കേന്ദ്ര മന്ത്രിസഭാ യോഗം ഇന്ന് ചേരുന്നുണ്ട്. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്നും വിവരങ്ങളായി. ജിഷ്ണു, വെരി ഗുഡ് മോർണിംഗ്. NDA വീണ്ടും അധികാരത്തിൽ ഏറുവാൻ പോവുകയാണ്. ഇന്ത്യ സഖ്യം നേടിയതിനേക്കാളും ഒറ്റ കക്ഷിയായിട്ട് നേട്ടങ്ങൾ വാരിക്കൊതിരിക്കുക തന്നെയാണ് BJP എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞതുപോലെ തന്നെയാണ് ജവഹർലാൽ നെഹ്റു നേടിയതുപോലെ തന്നെയാണ് വീണ്ടും 3-ാം വട്ടവും NDA നേടിയിരിക്കുന്നത്. ഇന്ന് നിർണായകമായ യോഗങ്ങൾ ഒക്കെ തന്നെ നടക്കുന്ന ദിവസമാണ്. ഒപ്പം കേന്ദ്ര മന്ത്രിസഭാ യോഗവും ചേരുന്നുവെന്നറിയുന്നു. എന്താണ് ഡൽഹിയിൽ നിന്നും ഈ ദിനത്തിൽ രാവിലെ നമ്മുടെ പ്രേക്ഷകരോട് പങ്കുവയ്ക്കാനുള്ള പ്രധാന വിവരങ്ങൾ? രജനി, ഗുഡ് മോർണിംഗ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യാതൊരു തരത്തിലുമുള്ള വെല്ലുവിളികളില്ലാതെ 272 എന്ന കേവല ഭൂരിപക്ഷവും കടന്നുകൊണ്ട് 290 മുകളിലേക്ക് സീറ്റുകൾ നേടിക്കൊണ്ട് ഭരണ തുടർച്ച ഉറപ്പിച്ചതിൻ്റെ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് BJP NDA നേതൃത്വം. BJPയും NDAയും പ്രതീക്ഷിച്ച ഒരു വലിയ വിജയം, ഒരു 400 മുകളിലേക്ക് അല്ലെങ്കിൽ ഒരു മെഗാ വിജയം രാജ്യത്ത് ലഭിച്ചില്ല എങ്കിൽ പോലും വളരെ കൃത്യമായി ഭരിക്കാനുള്ള ഭൂരിപക്ഷവും കടന്നുകൊണ്ടുള്ള സീറ്റുകൾ 290 മുകളിൽ സീറ്റുകൾ എന്ന് പറയുമ്പോൾ വളരെ കൃത്യമായി കേവല ഭൂരിപക്ഷത്തിന് മുകളിലുള്ള സീറ്റുകളാണ്. ആ സീറ്റുകൾ നേടിക്കൊണ്ട് ഭരണ തുടർച്ച, അതും 3-ാം തവണ ഭരണം നേടിയതിൻ്റെ തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് BJPയും NDA ക്യാമ്പുമുള്ളത്. NDA യോഗം നടക്കുന്നുണ്ട്. സർക്കാർ രൂപീകരണത്തിനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു. ഈ മാസം 9-നുള്ളിൽ തന്നെ, നാളെ മുതൽ 9 വരെയുള്ള ഏത് ദിനത്തിലും സത്യപ്രതിജ്ഞ ഉണ്ടാകും എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിട്ടുള്ളത്. അതിൻ്റെ തയ്യാറെടുപ്പുകൾക്ക് BJP NDA ക്യാമ്പ് ഒരുങ്ങുന്നുണ്ട്. തീർച്ചയായും സർക്കാർ രൂപീകരണ ചർച്ചകൾ ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുള്ളത് NDA തന്നെയാണ്. മറിച്ചുള്ള വാർത്തകൾ, അതായത് ഇന്ത്യ മുന്നണി സർക്കാർ രൂപീകരണ ചർച്ചകൾ, നീക്കങ്ങൾ നടത്തുന്നു എന്നുള്ളത് പരിശോധിക്കുമ്പോൾ എത്ര അംഗങ്ങളുടെ പിൻബലത്തിലാണ് അത്തരത്തിലൊരു സർക്കാർ രൂപീകരണ ചർച്ചകൾ നടത്താനാവുക എന്നുള്ളതാണ് ദേശീയ രാഷ്ട്രീയത്തിൽ ഉയരുന്ന വലിയ ചോദ്യം. കാരണം നിലവിൽ കോൺഗ്രസിന് മാത്രമായിട്ടല്ല 233 സീറ്റുകൾ നേടാൻ സാധിച്ചിട്ടുള്ളത്. കോൺഗ്രസിന് കേവലം 99 സീറ്റുകൾ മാത്രമാണ് നേടാൻ സാധിച്ചിട്ടുള്ളത്. കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ആം ആദ്മിയും ഒപ്പം തൃണമൂൽ കോൺഗ്രസും DMKയും ഉൾപ്പെടെ മുഴുവൻ ഇന്ത്യ സഖ്യത്തിൽ ഇനി ആരൊക്കെ ചേർക്കാവോ അവരെ എല്ലാം ചേർത്തുകൊണ്ടാണ് 231 എന്ന സംഖ്യയിലേക്ക് എത്തി നിൽക്കുന്നത്. ഇനി അവർ അവകാശപ്പെടുന്നത് പോലെ NDA സഖ്യകക്ഷികളെ അടർത്തിയെടുക്കാൻ സാധിച്ചാൽ പോലും, ഇപ്പോൾ നിതീഷ് കുമാറിന് ബീഹാറിൽ JDUവിനുള്ളത് 16 സീറ്റുകളാണ്. ആ സീറ്റുകൾ അല്ലെങ്കിൽ നിതീഷ് കുമാറിനെ അടർത്തിയെടുത്താൽ പോലും ഇന്ത്യ സഖ്യം പരമാവധി എത്ത 253ലേക്കാണ്. ലോക്സഭയിൽ രാജ്യത്തിൻ്റെ ഭരണചക്രം തിരിക്കുന്നതിന് 272 എന്ന മാന്ത്രിക സംഖ്യ കടക്കേണ്ടിയിരിക്കുന്നു. ഏത് രീതിയിൽ ശ്രമിച്ചാലും അത്തരത്തിലൊരു ഭൂരിപക്ഷത്തിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലൊരു അംഗങ്ങളുടെ പിന്തുണയിലേക്ക് എത്താൻ ഇന്ത്യ മുന്നണിക്ക് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ സാധിക്കില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ സർക്കാർ രൂപീകരണ ചർച്ചകൾ NDA ശക്തമായി മുൻപോട്ട് കൊണ്ടുപോകുന്നു. ചർച്ചകൾ നടക്കുന്നുണ്ട്. നിതീഷ് കുമാർ, ഒപ്പം ചന്ദ്രബാബു നായിഡു, ബീഹാറിൽ ചിരാഗ് പാസ്വാൻ തുടങ്ങി ഘടകകക്ഷികളെ, അതായത് ലോക് ജനശക്തി പാർട്ടിയെയും JDUവിനെയും ഒപ്പം തെലുങ്കുദേശം പാർട്ടിയെയും എല്ലാം കൂടെ നിർത്തിക്കൊണ്ട് അവരുമായി ചർച്ച നടത്തിക്കൊണ്ട് സർക്കാർ രൂപീകരണ നീക്കങ്ങൾ ഇതിനോടകം തന്നെ NDA ആരംഭിക്കുകയാണ്. ഇന്ത്യ മുന്നണി മുഴുവൻ ചേർന്നുകൊണ്ട് 233 സീറ്റുകൾ നേടിയപ്പോൾ ഒറ്റയ്ക്ക് 240 കടന്നുകൊണ്ട് കരുത്ത് തെളിയിക്കാൻ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് സാധിച്ചിട്ടുണ്ട്. അതും 3-ാം ഘട്ടം ഇത്തരത്തിലൊരു മാൻഡേറ്റ് നേടിയെടുക്കുക അല്ലെങ്കിൽ ജനവിധി നേടിയെടുക്കുക എന്നുള്ളത് നിസ്സാരമായ കാര്യമല്ല. ഇന്നലെ പ്രധാനമന്ത്രി തന്നെ സൂചിപ്പിച്ചു. ഇപ്പോൾ രജനി പറഞ്ഞതുപോലെ ജവഹർലാൽ നെഹ്റുവിന് ശേഷം രാജ്യത്ത് 3-ാം തവണയും തുടർ ഭരണം ലഭിക്കുന്ന സർക്കാരാണ് മോദി സർക്കാർ. അത് വലിയ വിജയം തന്നെയാണ് മോദി സർക്കാരിനെ സംബന്ധിച്ചും BJP NDA സഖ്യത്തെ സംബന്ധിച്ചും. കാരണം 10 വർഷത്തെ തുടർ ഭരണത്തിന് ശേഷം നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരമുണ്ടാകാനുള്ള വലിയ സാധ്യതകളാണുള്ളത്. അത് മറികടന്നുകൊണ്ട് ഉത്തർപ്രദേശ് ഉൾപ്പെടെ ചില സംസ്ഥാനങ്ങളിൽ BJP വിചാരിച്ചത്ര മുന്നോട്ടേക്ക് വരാനോ വിജയം നേടാനോ സാധിച്ചില്ല എന്ന വസ്തുത ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് BJP നേതൃത്വം ഈ ഒരു വിലയിരുത്തൽ നടത്തുന്നത്.
നടത്തുന്നത്. കാരണം ഉത്തർപ്രദേശിൽ വലിയൊരു മുന്നേറ്റം ഇത്തവണ BJP പ്രതീക്ഷിച്ചിരുന്നു, അത് സാധിച്ചില്ല എന്നുള്ള വിലയിരുത്തൽ BJP തന്നെ നടത്തിയിട്ടുണ്ട്. പക്ഷേ മറ്റു സംസ്ഥാനങ്ങളിൽ ഹിമാചൽ പ്രദേശിൽ 4-ൽ 4 സീറ്റും, ഉത്തരാഖണ്ഡിലെ 5-ൽ മുഴുവൻ സീറ്റുകളും, ഡൽഹിയിലെ രാജ്യതലസ്ഥാനത്തെ 7-ൽ 7 സീറ്റും, ഒപ്പം മധ്യപ്രദേശിലും ഗുജറാത്തിലും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ, ജമ്മു കാശ്മീരിൽ 2 സീറ്റുകൾ നിലനിർത്താനായത്, അതിനും അപ്പുറത്തേക്ക് കേരളത്തിൽ അക്കൗണ്ട് തുറക്കാനായതും തെലങ്കാനയിൽ സീറ്റ് ഇരട്ടിയായി വർദ്ധിപ്പിക്കാനായതും ആന്ധ്രാപ്രദേശിൽ മുന്നേറ്റം നടത്താൻ സാധിച്ചതും അത്തരത്തിൽ ഭാരതത്തിൻ്റെ ദക്ഷിണ മേഖലയിലും കരുത്ത് കാട്ടിക്കൊണ്ട് സ്വാധീനം ഉറപ്പിച്ചുകൊണ്ടാണ് മോദി സർക്കാരിൻ്റെ 3ാം ഊഴം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഏതായാലും മുൻപോട്ട് പോവുകയാണ്. BJP-യാണ് തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി തെരഞ്ഞെടുത്തിട്ടുള്ളത്. ഒപ്പം NDAക്ക് 272 എന്ന മാന്ത്രിക സംഖ്യയ്ക്ക് അപ്പുറത്തേക്ക് ഒരുപാട് 290 മുകളിലേക്ക് അംഗങ്ങളെ ലഭിച്ചു. ഒപ്പം BJP-ക്കൊപ്പം നിൽക്കാൻ സാധിക്കുന്ന സ്വതന്ത്രരുണ്ട്. 18ഓളം സ്വതന്ത്രരാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനവിധി തേടിക്കൊണ്ട് വിജയിച്ചു വന്നിട്ടുള്ളത്. അവരിൽ പലരും BJP-ക്കൊപ്പം അല്ലെങ്കിൽ NDAക്കൊപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്നവരാണ് എന്നും മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ 300 മുകളിൽ അംഗങ്ങളുടെ പിന്തുണയോടെ ആയിരിക്കും BJP NDA 3ാം സർക്കാർ രൂപീകരിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതേസമയം ഇന്ന് കേന്ദ്ര മന്ത്രിസഭാ യോഗം രാജ്യതലസ്ഥാനത്ത് ചേരുന്നുണ്ട് എന്നുള്ളതാണ് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചിട്ടുള്ളത്. 2ാം മോദി സർക്കാരിൻ്റെ അവസാനത്തെ മന്ത്രിസഭാ യോഗം. അതിനുശേഷം എന്ത് തീരുമാനം കൈക്കൊള്ളും എന്നുള്ളത് നോക്കിക്കാണേണ്ടതാണ്. സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഒപ്പം ഏറെ മുൻപോട്ട് ചിന്തിക്കുമ്പോൾ ആരൊക്കെയായിരിക്കും കേന്ദ്രമന്ത്രിമാർ, ഏതൊക്കെ വകുപ്പുകൾ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് ലഭിക്കും എന്നായിരിക്കും സത്യപ്രതിജ്ഞ തുടങ്ങിയിട്ടുള്ള വിവരങ്ങൾ, കൃത്യമായ വിവരങ്ങൾ BJP ക്യാമ്പിൽ നിന്ന് പുറത്തു വരാനിരിക്കുന്നുണ്ട്. നിലവിൽ ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് ഇതിനോടകം തന്നെ NDA മുന്നണിക്കുള്ളിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. സർക്കാർ രൂപീകരണത്തിനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ NDA മുൻപോട്ട് കൊണ്ടുപോകുന്നത്. ഈ മാസം 9-നുള്ളിൽ തന്നെ സത്യപ്രതിജ്ഞ ഒഡീഷയിലും ഞങ്ങൾ സർക്കാർ രൂപീകരിക്കും. ആദ്യമായാണ് അവിടെ ഒരു BJP-യുടെ മുഖ്യമന്ത്രി ഉണ്ടാകുന്നത്. മറ്റൊന്ന്, കേരളത്തിൽ അക്കൗണ്ട് തുറക്കുന്നത്. നിരവധി, ഇന്നലെ പ്രധാനമന്ത്രി പറഞ്ഞ വാക്കുകൾ തന്നെയാണ് ഞാനിവിടെ പറയുന്നത്. നിരവധി പാർട്ടി പ്രവർത്തകരുടെ ജീവൻ പൊലിഞ്ഞതിൻ്റെ നേട്ടം വലിയ അഭിമാനമാണ്. കേരളത്തിൽ താമര വിരിയില്ല എന്ന് പറഞ്ഞവർക്കുള്ള മറുപടി കൂടിയായി ഇന്നലെ തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ വമ്പൻ വിജയം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. മറ്റൊന്ന്, ഒഡീഷയിൽ ആദ്യമായി BJP മുഖ്യമന്ത്രി ഉണ്ടാകുന്നു എന്ന് പറയുന്നതും ഈ മോദി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം 2 വർഷ ഭരണ നേട്ടങ്ങൾ സംബന്ധിച്ചിടത്തോളം അത് വലിയ കാര്യം തന്നെയല്ലേ? രജനി, തീർച്ചയായും ലോക്സഭയ്ക്കൊപ്പം നടന്നിട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അരുണാചൽ പ്രദേശും സിക്കിമും ഒപ്പം ഒഡീഷയും ആന്ധ്രാപ്രദേശും, ഇവിടെ അരുണാചൽ പ്രദേശിൽ മികച്ച ഭൂരിപക്ഷത്തിൽ 46 സീറ്റുകളുടെ മികച്ച ഭൂരിപക്ഷത്തിലാണ് 60 അംഗ നിയമസഭയിൽ BJP ഭരണം പിടിച്ചിട്ടുള്ളത്. ഒപ്പം ഒഡീഷയിൽ അതും ചരിത്രം തന്നെയാണ്. ബിജു ജനതാദളിൻ്റെ BJD-യുടെ നവീൻ പട്നായിക്കിൻ്റെ തുടർച്ചയായിട്ടുള്ള ഭരണത്തിന് അവസാനം കുറിച്ചുകൊണ്ട് ഒഡീഷയിലൊരു BJP മുഖ്യമന്ത്രി ഉണ്ടാകുന്നു. വളരെ കൃത്യമായ മികച്ച ഭൂരിപക്ഷത്തിൽ തന്നെയാണ് ഒഡീഷയിലും BJP സർക്കാർ രൂപീകരണത്തിലേക്ക് കടക്കുന്നത്. ആന്ധ്രാപ്രദേശിൽ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ സാധിച്ചു. അവിടെ YSR കോൺഗ്രസിൻ്റെ ജഗൻമോഹൻ റെഡ്ഡിയുടെ ഭരണത്തിന് അവസാനം കുറിച്ചുകൊണ്ട് NDA-യാണ് മുന്നോട്ട് വന്നിട്ടുള്ളത്. തെലുങ്കുദേശം പാർട്ടിയും BJP-യും ഉൾപ്പെടുന്ന സഖ്യമാണ് അവിടെ സർക്കാർ രൂപീകരിക്കാൻ പോകുന്നത്. സിക്കിമിലും NDA-യുടെ സഖ്യകക്ഷിയാണ്, അതായത് നോർത്ത് ഈസ്റ്റ് ഡെമോക്രാറ്റിക് അലയൻസിൻ്റെ സഖ്യകക്ഷിയായിട്ടുള്ള സിക്കിം ക്രാന്തികാരി മോർച്ചയാണ് അവിടെ മൃഗീയ ഭൂരിപക്ഷത്തിൽ 32 അംഗ നിയമസഭയിൽ 31 സീറ്റുകൾ നേടിക്കൊണ്ടാണ് അവിടെ സിക്കിം ക്രാന്തികാരി മോർച്ച ഭരണ തുടർച്ച നേടിയിട്ടുള്ളത്. അത്തരത്തിൽ നോക്കുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഒപ്പം നടന്നിട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും മികച്ച മുന്നേറ്റമാണ് BJP ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷേ അതിനും അപ്പുറത്തേക്ക് BJP-യുടെ ദേശീയ നേതൃത്വത്തിന് സന്തോഷം നൽകുന്നത്, അല്ലെങ്കിൽ ചരിത്രപരമായ നേട്ടം എന്ന് വിലയിരുത്തുന്നതും, കേരളത്തിൽ താമര ചിഹ്നത്തിൽ ലോക്സഭയിലേക്ക് ആദ്യമായൊരു ജനപ്രതിനിധി എത്തുന്നു എന്നുള്ളത് തന്നെയാണ്. BJP-യെ സംബന്ധിച്ച് അവരുടെ വർഷങ്ങളായുള്ള കാത്തിരിപ്പ്, ലക്ഷക്കണക്കിന് പാർട്ടി പ്രവർത്തകരുടെ വർഷങ്ങളായുള്ള കാത്തിരിപ്പ്. കാരണം നമുക്കറിയാം, കഴിഞ്ഞ ഓരോ തെരഞ്ഞെടുപ്പുകൾ കഴിയുമ്പോഴും ദേശീയ തലത്തിൽ കരുത്ത് കാട്ടിക്കൊണ്ട്, അല്ലെങ്കിൽ ഗുജറാത്തും ഉത്തർപ്രദേശും മധ്യപ്രദേശും രാജസ്ഥാനും ഉൾപ്പെടെയുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും കർണാടകയിലും ഉൾപ്പെടെ BJP ഭരണം പിടിച്ചുകൊണ്ടും സ്വാധീനം തെളിച്ചുകൊണ്ടും മുൻപോട്ട് വരുമ്പോൾ, ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും കേരളത്തിൽ BJP-ക്ക് ജനപ്രതിനിധികളെ, വോട്ട് ശതമാനം ഉയർത്തുമ്പോഴും ജനപ്രതിനിധികളെ സൃഷ്ടിക്കാൻ സാധിക്കാത്തതിൻ്റെ വലിയ പിന്നോട്ട് പോക്കുണ്ടായിരുന്നു, അല്ലെങ്കിൽ വലിയ വിഷമം പാർട്ടി പ്രവർത്തകർക്കിടയിൽ ഉണ്ടായിരുന്നു. അത് ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ വളരെ കൃത്യമായി എടുത്തു പറഞ്ഞത്. കേരളത്തിൽ
കേരളത്തിലും BJPക്ക് അക്കൗണ്ട് തുറക്കാൻ സാധിച്ചത് ചരിത്രപരമായ നേട്ടം തന്നെയാണ്. കേരളം ബലിദാനികളുടെ നാടാണ്. പാർട്ടി പ്രവർത്തനത്തിന് വേണ്ടി നിരവധി പ്രവർത്തകർക്ക് ജീവൻ ത്യാഗം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അത്തരത്തിൽ ബലിദാനികളുടെ ത്യാഗത്തിൻ്റെ, പ്രവർത്തകരുടെ വർഷങ്ങൾ നീണ്ട ത്യാഗത്തിൻ്റെ ഫലമാണ് ആ വിജയം എന്നുള്ളതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വ്യക്തമാക്കിയിട്ടുള്ളത്. അത്തരത്തിൽ കേന്ദ്രത്തിൽ ഭരണ തുടർച്ച നേടുന്നതോടൊപ്പം തന്നെ കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ സാധിച്ചു എന്നുള്ളത് BJP നേതൃത്വത്തെ സംബന്ധിച്ച്, NDA സഖ്യത്തെ സംബന്ധിച്ച് വലിയ വിജയം തന്നെയാണ്. അത് വലിയ രീതിയിൽ ദേശീയ നേതൃത്വവും വിലയിരുത്തുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും കേവല ഭൂരിപക്ഷവും മറികടന്നുകൊണ്ട് മൂന്നാം തവണയും ഭരണം ഉറപ്പിച്ചിട്ടുള്ള NDA കക്ഷി അല്ലെങ്കിൽ NDA സഖ്യം സർക്കാർ രൂപീകരണ ചർച്ചകളിലേക്ക് കടക്കുകയാണ്. JDU-വിനെയും TDS-നെയും ഒപ്പം ലോക് ജനശക്തി പാർട്ടിയെയും സ്വതന്ത്രരെയും ഒപ്പം നിർത്തിക്കൊണ്ട് 300-നടുത്ത അംഗങ്ങളുടെ പിന്തുണയിലായിരിക്കും NDA-യുടെ മൂന്നാം വരവ്. സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ വരെ, ചർച്ചകൾ വരെ NDA ക്യാമ്പിൽ നടക്കുമ്പോൾ ഇന്ത്യ സഖ്യം കരുത്തു തെളിയിച്ചു, സാന്നിധ്യം അറിയിച്ചു എന്നുള്ളത് ദേശീയ രാഷ്ട്രീയത്തിൽ വളരെ കൃത്യമായി തന്നെ വിലയിരുത്തേണ്ടതാണ്. കാരണം അവിടെയാണ് ഒരു കാര്യം. കാരണം അവർ ഇത്രയും അവകാശവാദങ്ങളൊക്കെ തന്നെ ഉന്നയിക്കുമ്പോൾ ഇനിയുള്ള തുടർ ദിവസങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഈ ഇന്ത്യ സഖ്യം എന്നൊക്കെ തന്നെ പേര് കൊടുത്തിട്ട് പോലും അതിലൊരു സഖ്യം ഇല്ലാത്ത അവസ്ഥയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്നടങ്കം നമ്മൾ കണ്ടത്. ഇപ്പോൾ തന്നെ മമതാ ബാനർജി പറയുന്നുണ്ട് നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രി ആക്കണം. നിതീഷിന്റെ ചാഞ്ചാട്ടം എങ്ങോട്ടാണ് എന്നറിയില്ല. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. ഒപ്പം തന്നെ പല ആളുകളെയും പ്രധാനമന്ത്രി ആക്കണം എന്നൊക്കെ തന്നെ പറഞ്ഞു. രാഹുൽ പ്രധാനമന്ത്രിയാവണം, ഖർഗെ പ്രധാനമന്ത്രിയാവണം, അങ്ങനെ പോരാടിക്കൊണ്ടേയിരിക്കുന്ന ദിനങ്ങൾ തന്നെയാണ്. അവരുടെ ഇടയിൽ കലഹങ്ങൾ രൂപപ്പെടാനുള്ള ദിനങ്ങൾ തന്നെയാണ് വരാൻ പോകുന്നതെന്ന് തന്നെയല്ലേ നമുക്ക് പറയേണ്ടത്. രജനി, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിതീഷ് കുമാറിനെ പ്രധാനമന്ത്രിയാക്കാനുള്ള ഇന്ത്യ സഖ്യത്തിൻ്റെ നീക്കം. അതിൻ്റെ കണക്കുകളാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളത്. നിലവിൽ ഇന്ത്യ മുന്നണിക്ക് മുഴുവൻ, കോൺഗ്രസിന് മാത്രമല്ല മുഴുവൻ ഇന്ത്യ മുന്നണിയും കൂട്ടിവെക്കുമ്പോൾ 233 എന്ന സംഖ്യയാണ് എത്തുന്നത്. നിതീഷ് കുമാറിനാകട്ടെ JDU-വിനാകട്ടെ 16 സീറ്റുകളുമുണ്ട്. അങ്ങനെ നിതീഷ് കുമാറിനെ പ്രധാനമന്ത്രിയാക്കാമെന്ന മോഹന വാഗ്ദാനം നൽകിക്കൊണ്ട് നിതീഷ് കുമാറിനെ ചാടിക്കാൻ സാധിച്ചാലും, അത്തരത്തിൽ പറയാൻ കാരണം രാഷ്ട്രീയ കാറ്റിനനുസരിച്ച് നിലപാടുകൾ സ്വീകരിക്കുകയും സഖ്യകക്ഷികളിൽ മാറ്റം വരുത്തുകയും ആരുമായും കൂട്ടുചേരുന്ന പാർട്ടിയാണ് ബീഹാറിലും ഒപ്പം ദേശീയ രാഷ്ട്രീയത്തിലും JDU. നിതീഷ് കുമാർ തന്നെ പലതവണ NDA സഖ്യത്തിലെത്തിയിട്ടുണ്ട്. വിട്ടുപോയി RJDക്കും കോൺഗ്രസിനും ഒപ്പം നിന്നിട്ടുണ്ട്. ബീഹാറിൽ സർക്കാർ മാറ്റം നടത്തിയിട്ടുണ്ട്. അങ്ങനെ അത്തരത്തിലൊരു പ്രധാനമന്ത്രി സ്ഥാനം എന്ന വാഗ്ദാനത്തിൽ നിന്നുകൊണ്ട് നിതീഷ് കുമാർ ഇന്ത്യ ക്യാമ്പിലേക്ക് എത്തിയാൽ പോലും നിതീഷ് കുമാറിന്റെ അംഗങ്ങളുടെ എണ്ണം കൂടി ചേർത്ത് വെച്ചാലും 250 മാത്രമേ എത്തുകയുള്ളൂ. ലോക്സഭയിൽ 250 അംഗങ്ങളുടെ ഭൂരിപക്ഷത്തിൽ സർക്കാർ രൂപീകരിക്കാൻ സാധിക്കില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്, വസ്തുതയാണ്. 272 എന്ന കേവല ഭൂരിപക്ഷത്തിലേക്ക് എങ്ങനെ ഇന്ത്യ മുന്നണിക്ക് എത്താൻ സാധിക്കും എന്നുള്ളതാണ് ചോദ്യം. അതുകൊണ്ട് സർക്കാർ രൂപീകരണ ചർച്ചകൾ ഇന്ത്യ മുന്നണി നടത്തുന്നു എന്നുള്ളത് അല്ലെങ്കിൽ അത് അംഗങ്ങളുടെ അടിസ്ഥാനത്തിലല്ല, ഭൂരിപക്ഷ അംഗങ്ങളുടെ പിന്തുണയിലല്ല, അത് മാധ്യമങ്ങളുടെ വാർത്തകളും ഒപ്പം ഇന്ത്യ മുന്നണി കരുത്ത് തെളിയിച്ചു എന്നുള്ളത് വസ്തുതയാണ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും തൃണമൂൽ കോൺഗ്രസും ഉൾപ്പെടുന്ന ഇന്ത്യ മുന്നണി കരുത്ത് തെളിയിച്ചു എന്നുള്ളത് ദേശീയ രാഷ്ട്രീയത്തിൽ സംബന്ധിച്ച് വളരെ കൃത്യമായ വസ്തുതയാണ്. ഞാൻ സൂചിപ്പിച്ചു വന്നതും അതായിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഔദ്യോഗിക പ്രതിപക്ഷം പോലും ആകാനില്ലായിരുന്ന കോൺഗ്രസ് ഇത്തവണ 99 അംഗങ്ങളെ നേടുന്നു. അതും ഉത്തർപ്രദേശ് ഉൾപ്പെടെ കൂടുതൽ സീറ്റുകൾ നേടിയെടുക്കാൻ സാധിക്കുന്നു. സമാജ്വാദി പാർട്ടിക്ക് കഴിഞ്ഞ വർഷം ഉത്തർപ്രദേശിൽ 5 സീറ്റുകൾ മാത്രമുണ്ടായിരുന്ന സമാജ്വാദി പാർട്ടി ഇത്തവണ ഉത്തർപ്രദേശിൽ 30-ന് മുകളിൽ സീറ്റുകൾ നേടുന്നു. തൃണമൂൽ കോൺഗ്രസിന് പശ്ചിമ ബംഗാളിൽ കൂടുതൽ സീറ്റുകൾ നിലനിർത്താനും പിടിച്ചെടുക്കാനും സാധിക്കുന്നു. അതുകൊണ്ട് ഇന്ത്യ മുന്നണി കരുത്ത് തെളിയിച്ചിട്ടുണ്ട്. ഒരു കൃത്യമായ പ്രതിപക്ഷമാകാൻ അല്ലെങ്കിൽ ശക്തമായ പ്രതിപക്ഷമാകാൻ ഇനിയും മുൻപോട്ട് ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി നിന്നാൽ സാധിക്കും എന്നുള്ളതാണ് വസ്തുത. പക്ഷേ ഇന്ത്യ മുന്നണിയുടെ സഖ്യം സംബന്ധിച്ച്, അവരുടെ കൂട്ടായ്മ സംബന്ധിച്ച് വലിയ ചോദ്യം ഇപ്പോൾ രജനി ഉന്നയിച്ചതുപോലെ ദേശീയ രാഷ്ട്രീയത്തിലുമുണ്ട്. കാരണം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപേ നിതീഷ് കേന്ദ്രത്തിൽ വീണ്ടും NDA സർക്കാർ അധികാരത്തിലേറുവാൻ പോവുക തന്നെയാണ്. കൃത്യമായ വോട്ട് ലഭിച്ച ശേഷം ഒറ്റക്കക്ഷിയായിട്ട് തന്നെയാണ് അധികാരത്തിലേറുന്നു എന്നുള്ളൊരു അഭിമാനം കൂടെയുണ്ട്. കേവല ഭൂരിപക്ഷം മറികടന്ന് ഭരണ തുടർച്ച നേടിയതിൻ്റെ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് BJP NDA സഖ്യം. സർക്കാർ രൂപീകരണത്തിനുള്ള നീക്കങ്ങളൊക്കെ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. 9-ാം തീയതിക്കുള്ളിൽ സത്യപ്രതിജ്ഞ ഉണ്ടാകും എന്നാണ് റിപ്പോർട്ട്. അതിനിടയിൽ തന്നെ കേന്ദ്ര മന്ത്രിസഭാ യോഗവും ചേരും. ഒപ്പം മറ്റൊരു കാര്യം കൂടെ പറയേണ്ടതുണ്ട്. ഒരു പ്രതിപക്ഷ രീതി അല്ലെങ്കിൽ ആ പ്രതിപക്ഷ നിരയിലേക്ക് ഇന്ത്യ സഖ്യം വന്നു എന്നുള്ളൊരു കാര്യം കൂടി ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട്. അപ്പം തന്നെ അവരും സർക്കാർ രൂപീകരിക്കാനുള്ള
തീരുമാനങ്ങൾ, ചർച്ചകൾ ഒക്കെ തന്നെ നടക്കുന്നു. ഇന്നെന്തായാലും ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ദിനം തന്നെയാണ്. ഒപ്പം നമ്മുടെ പ്രേക്ഷകർ ഒന്നടങ്കം പറയുന്നുണ്ട്, മൂന്നാമത്തെ തവണയും ഭാരതം മോദി ഭരിക്കും എന്നാണ് ദിനേശ് കൊടുമുണ്ട പറയുന്നത്. അതുപോലെ തന്നെ കോൺഗ്രസ് 100 കടന്നു എന്ന് ഏതോ ഒരു ചാനൽ വിളിച്ചു പറയുന്നത് കേട്ടു എന്ന് ഉഷ നെല്ലൂർ പറയുന്നുണ്ട്. എന്തായാലും ഉഷ, ഭാരതം എന്നൊരു ദേശത്ത് ദേശീയതയുടെ അമരത്ത് താമര വീണ്ടും തിളിർക്കുന്നു. അങ്ങനെ നിരവധി മെസ്സേജുകൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അതിനിടയിൽ തന്നെ ഒരു കാര്യം കൂടെ ഉഷ നെല്ലൂർജി ചോദിക്കുന്നുണ്ട്, ഇന്നലത്തെ ക്ഷീണമൊക്കെ തന്നെ ജനം ടി വിക്ക് മാറിയോ എന്നുള്ളത്. ക്ഷീണമല്ല, ഞങ്ങൾക്ക് സന്തോഷമാണ്. കാരണം മൂന്നാം തവണയും ഭാരതത്തിൽ വീണ്ടും ഏറെ അഭിമാനത്തോടുകൂടി മോദി സർക്കാർ ഭരണത്തിലേറാൻ പോകുന്നു. അതുമാത്രമല്ല, എത്രയോ വർഷത്തെ കാത്തിരിപ്പ്, എത്രയോ സംഘപ്രവർത്തകരുടെ ഭാരതത്തിന് വേണ്ടി, നാടിനു വേണ്ടി ഒഴിഞ്ഞുവെച്ച ആ ജീവിതങ്ങളുടെ, അവരുടെയൊക്കെ തന്നെ ആത്മാർത്ഥമായ ശ്രമഫലങ്ങളുടെ ഫലമായിട്ട് കേരളത്തിൽ താമര വിരിയുന്നു. അതും വലിയൊരു അഭിമാന നേട്ടം തന്നെയാണ്. അതെല്ലാം ജനങ്ങൾക്ക് മുന്നിൽ തത്സമയമായിട്ട് കാണിക്കാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്കും ഏറെ അഭിമാനമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രേക്ഷകരുടെ കമൻറ്റുകളൊക്കെ തന്നെ പറയും പോലെ ക്ഷീണമല്ല, ഞങ്ങൾക്ക് അഭിമാനമാണ് എന്ന് തന്നെയാണ് വീണ്ടും പറയാനുള്ളത്. ജിഷ്ണു കൃഷ്ണനാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.